അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഒരാൾ സർക്കാരിൻ്റെ പ്രതിനിധി അവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകുമായിരുന്നു. അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ അതിപ്പോൾ ഇന്നലെ രാത്രി ഒരു 1 മണി 12 മണിയായപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞത് ഇപ്പോൾ ആ മോർച്ചറി ഭാഗത്ത് നിന്ന് എല്ലാ ആളുകളെയും പോലീസ് മാറ്റുകയാണ് ചെയ്തത്, അവരുടെ ID കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന് അവരുടേതായിട്ടുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മുടെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലിടപെടുന്നതിനും അത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിലാണെങ്കിലും അത് കൊണ്ടുപോയിട്ട് അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമുണ്ടാക്കുന്നതിനും സർക്കാരിൻ്റെ പ്രതിനിധി ഉണ്ടാകണം എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പോകുന്നതിന് വേണ്ടി തയ്യാറായത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദുരന്തമുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല, അത് മാത്രം ഇപ്പോൾ പറയുന്നു. ബാക്കി നമുക്ക് പിന്നീട് ഇന്നിപ്പോൾ മൃതദേഹങ്ങൾ വരുന്നത് ഏറ്റുവാങ്ങട്ടെ. ഇന്നലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ വെച്ചിട്ടാണ് നമ്മൾ അപേക്ഷിച്ചത്. അപ്പോൾ അത് അനുമതി നൽകാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. മന്ത്രിമാർ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എത്തുന്ന മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് അതാത് ഇടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ അതാതിടങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി നോർക്കയും അതോടൊപ്പം ജില്ലാ ഭരണകൂടവും ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഓരോ ആംബുലൻസും പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയാണ് അതാതിടങ്ങളിൽ എത്തിക്കുന്നത്. അതിൽ ചിലയിടങ്ങളിൽ ഇന്ന് സംസ്കാരം നടക്കാത്ത ഇടങ്ങളുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ അഭിപ്രായത്തിനനുസരിച്ച് മോർച്ചറിയിൽ എവിടെയാണ് അത് സൂക്ഷിക്കേണ്ടത് അവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവിയുമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെ അതും സാധ്യമാക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല അതിലിപ്പോൾ. കാരണം നമ്മൾ ഒരു വലിയ ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും മുഖത്താണുള്ളത്. അപ്പോൾ ഒരു ദുരന്തമുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിനുശേഷം ഇക്കാര്യങ്ങൾ, കാരണം ഒരു വാക്കിനും ഒരാൾക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്തത്ര അതിതീവ്ര ദുഃഖത്തിലാണ്. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ കടന്നു ചെന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്കവിടെ നിൽക്കാൻ കഴിയില്ല, അത്രയും വളരെ കഠിനമായിട്ടുള്ള വിഷയം. കാരണം തലേദിവസം രാത്രിയും സംസാരിച്ച് ഉറങ്ങാൻ പോയവർ പിറ്റേന്ന് ആ മക്കളില്ല, അല്ലെ സഹോദരങ്ങളില്ല. അതൊരു വലിയ ഭയാനകമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വ്യക്തികളെ സംബന്ധിച്ചും കുടുംബങ്ങളെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും തീരാത്ത ദുഃഖമാണ്, തീരാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ ഈ മനുഷ്യൻ്റെ കണ്ണീരിലും ദുഃഖത്തിലുമൊക്കെ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുമെന്നൊരു മാനുഷികമായി നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ വേണ്ടിയിരുന്നില്ല, ഈ ദുരന്തത്തിലും വേണ്ടിയിരുന്നില്ല. അധികം വൈകരുതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രൊസീജിയറിൽ അധികം താമസം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതുപോലെ എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങൾ റെഡിയാണ്. ലിസ്റ്റ് അനുസരിച്ച് തന്നെ മറ്റ് കൺഫ്യൂഷൻസ് ഇല്ലാതെ തന്നെ ഇത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ഇവിടെ നൽകുന്ന ആദരവിന് ശേഷം അതാതിടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതുന്നു.